ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി ടീമിന്റെ പ്രതിച്ഛായ മൂവിയുടെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. നമ്മൾ കുറേ കാലം ഈ ഒരു സംഭവം ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന്റെ പേരും കോമ്പിനേഷനെല്ലാം കേട്ടിട്ട് ഒരു പ്രോമിസിങ് സംഭവം നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ട് ഒന്ന് വിലയിരുത്താം ഗൈസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ട്രെയിലർ. ഗോകുലം മൂവീസ് ആണ്. നിങ്ങളെല്ലാവരും ഗോപാലേട്ടൻ എൻ്റെ വിജയകഥ കേൾക്കാനാണ്. ബട്ട് ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജൊക്കെ ആയി ഡിഫൈൻ ചെയ്യപ്പെടാം. പക്ഷേ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMSും AKജിയും വിജയിച്ചവരാണോ അതോ പരാജയപ്പെട്ടവരോ? മന്ത്രിസഭാ ഫോർമേഷനിൽ പല വേറെ സംഭവം കണ്ടിട്ടില്ലല്ലോ. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിന്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ തകർക്കുന്നത് നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെഗളിപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. നീ ഒരു കറപ്റ്റീവ് ഫോഴ്സാ. പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണല്ലോ. ഞാൻ ഇന്ന് വീഴുമെന്നാ പരക്കെ പറച്ചില്. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് പുറത്തല്ലടാ, അകത്താ. എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. ഹരിശ്രീ അശോകനൊക്കെ ഒരു വൻ റോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? പോലീസോട് വേറൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് തോന്നുന്നു. മീഡിയയും കത്തണം. ലൂസിഫറൊക്കെ പോലെയാണ് പല സീൻസ് എല്ലാം കണ്ടിട്ട് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ തോന്നുന്നുണ്ട്. ഹെവി ബിഗ് ബഡ്ജറ്റ് പടാണ് മക്കളാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തി ഇലുമിനേഷൻസ് പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. പ്രതിച്ഛായ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ബി ഉണ്ണികൃഷ്ണൻ. പ്രതിച്ഛായ. അങ്ങനെ ഗൈസ്, ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബി ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് ക്വാളിറ്റി ആയിട്ട് പുള്ളിക്ക് ചെയ്യാനൊക്കെ അറിയാം. എന്തോ ഒരു ഇതാവാറില്ല. സിനിമകൾ ഒരു സുഖത്തിലോട്ടേക്ക് അങ്ങ് എത്താറില്ല പൂർണ്ണമായിട്ട്. ഒരു തൃപ്തി തരാൻ എപ്പോഴും പ്രശ്നം ആവുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ആറാട്ടാണെങ്കിൽ പിന്നെ കൊല വിളിച്ചാണല്ലോ. ലാസ്റ്റ് ആറാട്ട് തന്നെയല്ലേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അതാണ് പുള്ളിയുടെ ലാസ്റ്റ് സിനിമ എന്ന് തോന്നുന്നു. എന്തായാലും ഇതോടുകൂടി ഒരു വൻ തിരിച്ചു വരുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ടിട്ട് അത്യാവശ്യം ഒരു സബ്സ്റ്റൻസ് ഉള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ, പൊളിറ്റിക്കൽ ഹീറോ വിധിച്ചു വരുന്നു, ബാക്ക് സ്റ്റോറി ഉള്ളൊരു പ്രോട്ടഗോണിസ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നിവിൻ പോളിയുടെ നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്തൊക്കെയോ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് ആഴത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. അതിന് പല സംഭവങ്ങൾ നോർത്ത് ഇന്ത്യ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഹിമാചലോ ലേയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീനും ഭയങ്കര ഒരു സീരിയസ് റോൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതിൽ. അതുപോലെ തന്നെ പഴയ കുറേ ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ബാലചന്ദ്ര മേനോൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹരിശ്രീ അശോകനൊക്കെ ഒരു നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ ആയിരിക്കും കണ്ടിട്ട് തോന്നുന്നു. അതുപോലെ ആൻ അഗസ്റ്റിൻ ഉണ്ട്. അതുപോലെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു പ്രോമിസിങ് സിനിമ തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് ഡേ എന്തായാലും പോയിട്ട് കാണും ഞാൻ. പിന്നെ ഇത് ദൈർഘ്യം വലിച്ചു നീട്ടി വല്ല 3 മണിക്കൂർ റബ്ബർ ബാൻഡ് പോലെ ആക്കാണ്ടിരുന്നാൽ മതി. ഒരു 2 മണിക്കൂർ 15 മിനിറ്റ്, 2 മണിക്കൂർ 15 മിനിറ്റ്, 20 ആണെങ്കിൽ സഹിക്കാം, കാണാം, എൻജോയ് ചെയ്യാന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ കമന്റ് ഡൗൺ ഗൈസ്, സ്പാം ഔട്ട് ദ W's in the chat if you like this video. Please do subscribe to the channel. We'll come with another video next time. Until then, take care guys and bye bye.